ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ കരിമംഗല്യത്തിനെ കുറിച്ചുള്ള ഒരു ടിപ്സും കൂടിയാണ് കാണിക്കുന്നത്. ഞാൻ ഇന്ന് വരെ കരിമംഗല്യത്തിൻ്റെ ഒരു ടിപ്സും കാണിച്ചിട്ടില്ല. പക്ഷേ ഇത് ഞാൻ നേരിട്ട് അറിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ അജിത വെറൈറ്റി ബ്ലോഗ്സിലെ അജിത. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഫുള്ള് അവരറിയാൻ പറ്റും. ആ ചേച്ചീനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ മുഖത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്നതാണ് പിന്നെ നിറച്ച് കരിമംഗല്യത്തിൻ്റെ പാടായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ഒരു ദിവസമാണ് ഞാനത് ശരിക്കും ശ്രദ്ധിച്ചു. ഒരൊറ്റ പാടില്ല, അതുപോലെ മുഴുവൻ പാടും പോയി. സാധാരണ ആൾക്കാരൊക്കെ നമുക്ക് കരിമംഗല്യമൊക്കെ വന്ന ഉടനെ ഡോക്ടറെ തന്നെ സമീപിക്കാറ്. അങ്ങനെ കെമിക്കലായിട്ടുള്ള മരുന്നുകളൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് മെഡിസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, നാച്ചുറലായിട്ടുള്ള ഇതിൽ കൂടി മാത്രം ആ ചേച്ചി മാറ്റിയതാണ്. എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. മുഖം അതുപോലെ ക്ലിയറായി. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഒത്തിരി പേർക്ക് കരിമംഗല്യമൊക്കെ ഉണ്ടായിട്ട് വിഷമിക്കുന്നവരുണ്ടാവില്ലേ, അപ്പോൾ ഈ ഒരു ടിപ്സ് മുടങ്ങാണ്ട് ചെയ്യണമെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അപ്പം നല്ല വ്യത്യാസം ഉണ്ടാക്കിയിരിക്കുന്നു. വ്യത്യാസമൊന്നുമല്ല, ഒരു തുള്ളി പാടില്ല കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മുഖത്തിലും ക്ലിയറായി, അതുപോലെയായി മുഖം. അപ്പം ഞാൻ അതിശയപ്പെട്ടു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അത് ചെയ്തപ്പോൾ തന്നെ ആ ചേച്ചിക്ക് മുഴുവനായിട്ട് പോയി. അതാണ് എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി അത്. അപ്പം അങ്ങനെ വല്ല കരിമംഗല്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി ചെയ്യണം. ഇപ്പം നമുക്കാണെങ്കിലും വെറുതെ ചെയ്ത് ഇപ്പോൾ ബ്ലാക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ ബ്ലാക്ക് കുത്തൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ പോവും. അപ്പോൾ നമുക്കാണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ കരിമംഗല്യംകാരി എല്ലാ ദിവസവും യൂസ് ചെയ്ത് നല്ല റിസൾട്ടാണ്. അപ്പോൾ അത് കൂടി ആ വീഡിയോ ആണ് ഞാനപ്പോൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ, കരിമംഗല്യത്തിൻ്റെ ഒരു ടിപ്സ് നമുക്ക് ഇതേവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടെ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ഇടുന്നത്. അപ്പം നമുക്കത് ഇതുവരെക്കും അത് വേണ്ടി വന്നിട്ടില്ല. പക്ഷെ ആ ചേച്ചിയുടെ കണ്ടു കഴിഞ്ഞപ്പം എല്ലാവരും ഒന്ന് ഇത് കാണിക്കണം എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആണ് അപ്പോൾ ആ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് തന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുകയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് കരിമംഗല്യത്തിന് വേണ്ടിയുള്ള ഒരു പാക്കാണ് ശരിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന ബ്രാൻഡൊന്നുമില്ല, ഏതെങ്കിലും കുറച്ച് ഗോതമ്പൊടി എടുക്കുക. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു തുള്ളി തേനാണ്. ഒരു തുള്ളി തേൻ മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കണം നമ്മൾ തൈര്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആ ചേച്ചിക്ക് ഇട്ടിട്ട് നല്ല എഫക്റ്റ് ഉണ്ടായതാണ്. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടി, അത് ബ്രൂ ഇൻസ്റ്റൻറ്റിൻ്റെ. അപ്പം ഈ കാപ്പിപ്പൊടി തന്നെ ഇടണേ. അപ്പം കരിമംഗല്യം പോകാൻ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ കാപ്പിപ്പൊടി, തൈരുമൊക്കെ. അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കുറച്ചും കൂടി തൈരിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുഖത്ത് പുരട്ടാൻ പറ്റിയ ആ ഒരു ഇതിലോട്ട് നമ്മൾ ആ കൺസിസ്റ്റൻസി വന്നവരൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിപ്പോൾ തേനും എല്ലാം ഇട്ടിട്ടില്ലേ, തൈരും, അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കരിമംഗല്യംകാർ ഇതെല്ലാ ദിവസവും അപ്ലൈ ചെയ്യണം കേട്ടോ. നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഒരു മെഡിസിനും പോകേണ്ട കാര്യമില്ല. നമ്മൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് അറിഞ്ഞേക്കണ കാര്യമാണ്. അപ്പോൾ കരിമംഗല്യം ഉള്ളവരൊക്കെ ധൈര്യമായിട്ട് ഇത് ഒരു ശീലാക്കിയാൽ മതി, ഈ പാക്ക്.
അപ്പോൾ ഞാൻ ദേ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനിപ്പം എന്താ പറയുക, കരിമംഗല്യം ഇല്ലാത്തവർക്കും ഇടാം, ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ കരിമംഗല്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ദിവസവും നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഷുവറായിട്ട് നിങ്ങൾ മാറും. നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ ഇതിൻ്റെ അടുത്തും പോകണ്ട. ഈ ടിപ്സ് മാത്രം ചെയ്താൽ മതി. ഞാൻ പറയില്ല ആ ചേച്ചിയുടെ, ഞാൻ വീണ്ടും വീണ്ടും പറയുമോ, എനിക്ക് കണ്ടപ്പോൾ അത്രയ്ക്ക് അതിശയം വരുന്നു ആ ചേച്ചിയുടെ മുഖത്ത്, അത്രയ്ക്ക് അത് ക്ലിയർ ആയിട്ട് മാറി. അപ്പോൾ ആ ധൈര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ധൈര്യമായിട്ട് യൂസ് ചെയ്തോളാം എല്ലാ ദിവസവും. അപ്പം ഞാനിത് കാണിച്ചു തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മുഖത്ത് കരിമംഗല്യം ഒന്നുമില്ല, എന്നാലും നമുക്കിടാന്നുള്ള രീതി ഞാൻ കാണിച്ചു തരുക. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കട്ടിയിലും ഒന്നും അങ്ങനെ തേച്ചൊന്നും വെക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ മറ്റേ പാക്ക് ഇട്ട് വെക്കണ പോലെ അങ്ങനെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി. ആ മുഖം മുഴുവൻ നിങ്ങൾ പുരട്ടണം. പുരട്ടിയിട്ട് ആ കരിമംഗല്യമുള്ള ഭാഗത്ത് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡെയിലി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യാം. ഇത് ഡെയിലി ഈ ഇത്രയും ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ അധികമുള്ള സ്ഥലത്താണെങ്കിൽ ഇതിങ്ങനെ അവിടെ ആ സ്പോട്ടിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് ഒക്കെ നിൽക്കുക. ഇത് പാക്കിൻ്റെ പോലെയല്ല, കുറച്ച് അധികം നേരം നിൽക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഉണങ്ങിയിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്ലോയിങ് കിട്ടും. നമുക്ക് നമ്മുടെ പാടും മാറും. അതിന് പറ്റിയൊരു പാക്കാണിത്. അപ്പം ഞാൻ ഇത്ര ഉറപ്പ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചി ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ആ ചേച്ചിയുടെ തറവാട്. അപ്പം ആ ചേച്ചി വീട്ടിൽ വരുമ്പോൾ ഞാനിത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു. പിന്നെ പതിവ് പോലെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്നും പുട്ട് തന്നെയാണ്. അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ മസാല ദോശ, ഇഡലി അതൊക്കെ ആയിരുന്നേ. അപ്പം എല്ലാ ദിവസവും മസാല ദോശയും ഇഡലിയും എനിക്കിഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം ഈ ഇഡലിയും ദോശയൊക്കെ എനിക്ക് മടുപ്പാണ്. അതിലും ഇഷ്ടം എനിക്ക് പുട്ട് തന്നെയാണ്. അപ്പം ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പം പുട്ടിന് പൊടിയൊക്കെ അരച്ച് നമ്മുടെ ചിരട്ടയിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പം അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് 2 ചിരട്ട വെച്ചാൽ കറക്റ്റ് 2 പുട്ടാവും. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് വലിയ പണികളൊന്നുമില്ല. മീനൊക്കെ ഉണ്ട്. അപ്പം ഒഴിച്ചു കറിയെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ നമുക്കിന്നൊരു വെണ്ടക്ക മെഴുക്ക് വരട്ടി വെക്കണം. അതാണ് ഇന്നത്തെ നമുക്കൊരു ജോലിയുള്ളത്. അപ്പോൾ അല്ലാണ്ട് പിന്നെ വേറെ ഹെവി ആയിട്ട് ഒന്നും ജോലിയില്ല. പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടേ. നാളത്തെ കഴിഞ്ഞ് നമുക്ക് കാർത്തികയാണ്, തൃക്കാർത്തിക. അപ്പം നമുക്ക് വിളക്കൊക്കെ കത്തിക്കണ്ടേ. അപ്പം അത് കാരണം ഞാനപ്പോൾ ക്ലീനിങ്ങിനൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് വേണം നമുക്കതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കിച്ചണിൽ അധികം ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണിയല്ലേ ചെയ്യാനായിട്ട്. അപ്പം ഇപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വന്നു. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു മെഴുക്ക് വരട്ടിയും കൂടി വെച്ചാൽ മതിയെന്ന്. അപ്പോൾ അത് ഞാൻ ചെയ്യണതാണ്. അപ്പം നമ്മൾ ഈ വെണ്ടക്ക അരിയുമ്പോൾ വട്ടത്തിൽ അരിയാണ്ട് ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാമോ, കൂടുതൽ ആ ഒരു വഴുവഴുപ്പില്ലേ അത് ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതെന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു തന്നതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ വട്ടത്തിൽ വല്ലപ്പോഴും ഒന്ന് അരിയാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ അരിയണം കേട്ടോ നല്ലത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് മൊരിയുകയും ചെയ്യും നീളത്തിൽ കിടക്കുമ്പോൾ. അപ്പോൾ ഈ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ വേറെ എന്താ പറയുക, നമുക്കിനി ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീഡിയോയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ജോലിയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അത് സമയം പോലെയൊക്കെ കുറേശ്ശെ കുറേശ്ശൊക്കെ ചെയ്യണം.
അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ മീനൊക്കെ ഞാൻ പറഞ്ഞില്ല ഇന്നലത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ വലിയ പണിയില്ല. അപ്പം മീനും ഒക്കെ ഒരു ദിവസം നമ്മളൊക്കെ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഫ്രീ ആണ്. ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ നിന്ന് മാത്രം നമ്മൾ ഫ്രീ ആയിട്ടുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ കാണുന്നതൊക്കെ ഉണ്ടാവും നമുക്ക്. പിന്നെ ഇത് അലക്കിയതൊക്കെ വിരിക്കണം, അങ്ങനെ ഒട്ടൊടുക്ക് പണിയൊക്കെ ഉണ്ട് നമുക്കിനി. പിന്നെ ഞാനിന്നിപ്പോൾ ഒരു ടിപ്സ് കാണിക്കുന്നുണ്ട് നമ്മുടെ കരിമംഗല്യത്തിൻ്റെ. നല്ല അടിപൊളിയാട്ടം അത്. അപ്പോൾ എല്ലാവരും കരിമംഗല്യമുള്ളവരൊക്കെ ഡോക്ടറെയൊക്കെ ഒന്നും കാണാണ്ട് ചില ഉള്ളിൽ കഴിക്കും പുറത്ത് വരട്ടതൊന്നും വേണ്ട. നമ്മുടെ ഈ ടിപ്സ് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. അടിപൊളി ടിപ്സാണ്. ഞാൻ നേരിട്ട് ആ ചേച്ചീനെ കണ്ട് നല്ല ഇതായിട്ടുള്ളതാണ്. അപ്പം അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ അതില്ലാത്തവരും നമുക്കത് യൂസ് ചെയ്യുന്ന വെച്ചാൽ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ, നല്ലതായത്. അപ്പം അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്നുവെച്ചാൽ ഇതും കുറേ ആളുകളിലോട്ടൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ഇങ്ങനെ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിചാരം ഇങ്ങനെയൊക്കെ ഈ ചെറിയ ടിപ്സ് കൊണ്ട് പോകുമെന്നാണ് വിചാരം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയ പാടുണ്ടായി ചേച്ചിക്ക്. പിന്നെ അത് ലൈറ്റായി, ഇപ്പോൾ ഒരു തുള്ളി പാടില്ല. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ചെയ്യുക. അപ്പോൾ അങ്ങനെ പാചകമൊക്കെ അടിച്ചിരുന്ന നേരത്ത് നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ചിലത് മൂത്തതും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ മൂത്തതൊക്കെ ഞാനെടുത്ത് കളയുന്നുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മൾ വെറുതെ പച്ചമുളകും സവാളയും കൂടി അരിഞ്ഞിട്ടിട്ട് കടുക് പൊട്ടിച്ചാണ് ഇടുന്നത്. പിന്നെ ചിലപ്പോൾ ഞാൻ എറണാകുളത്തൊക്കെ ചിലപ്പോൾ നമ്മൾ മറ്റേതൊക്കെ ചിക്കൻ മെഴുക്ക് വരട്ടി എടുക്കണ പോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ പിന്നെ ചുമന്ന പൊടിയില്ലേ അതാണ് ചിലപ്പോൾ ഇടുന്നത്. മുളക് പൊടിയാണ് ഇടുന്നത്, പച്ചമുളക് ഇടത്തില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിയുമല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. മറ്റേതൊക്കെ നിൽക്കണ പോലെ പിന്നെ നമുക്ക് ഒന്ന് ഉലത്തിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്ത്. അപ്പോൾ മണി ഇപ്പോൾ 10 ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ ഇതും കൂടി കഴിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറേ നേരം കിടന്നിട്ടൊക്കെ വരുമ്പോൾ പിന്നെ മടിയാവും ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ജോലിയും കിച്ചണിലെല്ലാ ജോലിയും തീർത്തേച്ചാണ് പോകുന്നത്. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണും കേട്ടോ. കാണാനുള്ളവരുടെ വീഡിയോസൊക്കെ ഉണ്ട്, അതിന് കമൻ്റ് ഇടണം. അങ്ങനെ വെറുതെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് ചെടിയുടെ പരിപാടിയൊക്കെ ഉണ്ട് നമുക്കൊന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ കടലപ്പിണ്ണാക്കും നമ്മുടെ ഇതില്ലേ വേപ്പിണ്ണാക്കും കൂടി കലക്കി വെച്ചേക്കുന്നതിന് റോസ്റ്റ്. അപ്പോൾ അതിന് ഡൈല്യൂട്ട് ചെയ്ത് അത് ഒഴിക്കണം. അത് ഞാൻ അവിടെയൊക്കെ ഭയങ്കര സ്മെല്ല്, എന്താണ് അവസാനം മനസ്സിലാവുന്നത് ഇതും മുടി വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഒരു പച്ചക്കറിയൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ ഇടണം. പിന്നെ നമ്മുടെ ചെടികൾ ഇതിനൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ രാവിലെ നമുക്ക് എന്തായാലും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് വൈകിട്ടത്തെ ഡ്യൂട്ടി അതൊക്കെയാണ്. ചെടികൾക്ക് വളം ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ചെടിയൊക്കെ ഇതായിട്ട് നിൽക്കണം. ഒരു 2 ദിവസം ഇപ്പോൾ നമുക്കൊന്ന് വെയിൽ ഇല്ലാണ്ടിരിക്കണേ. ഇപ്പോൾ വെയിലായപ്പോൾ അങ്ങ് ഭയങ്കര വെയിൽ, ചെടിയൊക്കെ അങ്ങ് വാടി ഇതായിട്ട് നിൽക്കുക. അപ്പോൾ ഇനി വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ. വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.